നമസ്കാരം. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലെയും പ്രസിഡന്റുമാർ അവരുടെ ഭരണകാലയളവിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ പങ്കുവയ്ക്കുകയാണ് കേരള വിഷൻ ന്യൂസിന്റെ എൻ്റെ പഞ്ചായത്തിലൂടെ. ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് കണ്ണൂർ ജില്ലയിലെ അഴീക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് അജീഷ് കെ ആണ്. എല്ലാവർക്കും എൻ്റെ പഞ്ചായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് കണ്ണൂർ ജില്ലയിലെ അഴീക്കോട് പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ പങ്കുവയ്ക്കാനാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് അജീഷ് കെ ഉണ്ട്. നമസ്കാരം ശ്രീ അജീഷ്. അഴീക്കോട് ഗ്രാമപഞ്ചായത്ത് ഒരു കാർഷിക മേഖലയാണ്, ടൂറിസം സാധ്യത ഏറെയുള്ള പ്രദേശമാണ്. അതുപോലെ തന്നെ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് ഏത് മേഖലയിലായാലും നടത്തിവരുന്നത്. എങ്ങനെ വിലയിരുത്തുന്നു ഈ ഒരു ഭരണകാലയളവിലെ വികസന പ്രവർത്തനത്തെ? നമസ്കാരം. എന്റെ പേര് അജീഷ്, അഴീക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ്. നമ്മുടെ അഴീക്കോട് പഞ്ചായത്തിലെ വലിയ ഈ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമ്മൾ ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മളെ അഴീക്കോട് പഞ്ചായത്ത് എന്ന് പറയുന്നത് നല്ല രീതിയിൽ കൃഷിക്ക് പ്രാമുഖ്യമുള്ള ഒരു പ്രദേശം കൂടിയാണ്. പ്രധാനമായും ടൗണുമായി കണ്ണൂരുമായി അടുത്ത് കിടക്കുന്ന ഒരു പഞ്ചായത്ത് എന്ന നിലയിൽ 2 സ്വഭാവങ്ങളുള്ള ഒരു പഞ്ചായത്താണ്. ഒന്ന് നഗരവൽക്കരണ സ്വഭാവവും ഒന്ന് ഗ്രാമവൽക്കരണ സ്വഭാവവും നല്ല രീതിയിൽ നമ്മുടെ പഞ്ചായത്തിനകത്തുണ്ട്. അപ്പൊ നമ്മുടെ പഞ്ചായത്തിനകത്ത് ഏറ്റവും കൂടുതൽ ചെലവഴിക്കുന്നത് കൃഷിക്ക് വേണ്ടിയിട്ടാണ്. പണ്ട് കാലങ്ങളിൽ നമ്മളെ അഴീക്കോട് പഞ്ചായത്തിലുള്ള കൃഷി വിളവുകളാണ് ഏറ്റവും കൂടുതൽ ടൗണുകളിലൊക്കെ വിൽപ്പന നടത്തിക്കൊണ്ടിരുന്നത്. ഇവിടുന്ന് ചുമടായി കൊണ്ടുപോയിട്ടാണ് വിൽപ്പന നടത്തിയത്. അതിലൊക്കെ വലിയ ഒരു മാറ്റം ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇപ്പൊ കുറച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം കാർഷിക തൊഴിലാളികൾ ഇല്ലാത്തൊരു പ്രശ്നം നമ്മൾ കാർഷിക മേഖലയിൽ അഭിമുഖീകരിക്കുന്നുണ്ട്. അതെന്നാലും നമ്മൾ പുതിയ ഒരു സംവിധാനത്തിന്റെ ഭാഗമായി നമ്മൾ പഞ്ചായത്ത് കഴിഞ്ഞ പദ്ധതിയിൽ വെച്ചുകൊണ്ട് ഈ തൊഴിൽ സേന രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. കുടുംബശ്രീയുടെയും അതുപോലെ തന്നെ കൃഷി വകുപ്പിന്റെയും സംയുക്ത നേതൃത്വത്തിൽ NRGSലുള്ള ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കൃഷി സേന രൂപീകരിച്ചു. ആ സേനയെ വെച്ചുകൊണ്ട് ഇപ്പം ചില സ്ഥലങ്ങളിൽ കൃഷി പ്രവർത്തനങ്ങൾക്ക് അവരെ ഉപയോഗിച്ചുകൊണ്ട് കാർഷിക മേഖലയിൽ നല്ല മുന്നോട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും കാർഷിക മേഖലയിൽ നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള പ്രവർത്തനങ്ങളാണ് അഴീക്കോട് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മാലിന്യ സംസ്കരണം എന്നത്. മാലിന്യ സംസ്കരണം ഗ്രാമപഞ്ചായത്തിൽ എത്രത്തോളമാണ് നടപ്പിലാക്കിയത്? ഹരിതകർമ്മ സേന അംഗങ്ങളെ ഉപയോഗിച്ചുകൊണ്ടുള്ള മാലിന്യ സംസ്കരണം ഇപ്പം നമ്മളെ കേരളം തന്നെ ഏറ്റവും വലിയ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് മാലിന്യവുമായി ബന്ധപ്പെട്ട്. അതിന്റെ ഭാഗമായി നമ്മുടെ പഞ്ചായത്തുകളെല്ലാം മാലിന്യ സംസ്കരണ പരിപാടിയിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായി നമ്മൾ ഹരിതകർമ്മസേനയെ രൂപീകരിച്ചിട്ടുണ്ട്. ഹരിതകർമ്മസേന വീടുകളിൽ നിന്നും പിന്നെ പ്ലാസ്റ്റിക്കുകൾ ശേഖരിക്കുന്നുണ്ട്, വീടുകളിൽ നിന്നും കടകളിൽ നിന്നും. അപ്പൊ അതിന്റെ ഭാഗമായി പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം MCF ഉണ്ട്. നമുക്ക് പഞ്ചായത്തിൽ ഒരു MCF ഉണ്ട്. MCFലാണ് ഇതൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുവരുന്നത്, അജൈവ മാലിന്യങ്ങൾ. അതുപോലെ തന്നെ എല്ലാ വാർഡുകളിലും മിനി MCF നമ്മൾ രൂപം കൊടുത്തിട്ടുണ്ട്. മിനി MCF എന്ന് പറയുമ്പോൾ പോർട്ടബിൾ ആണ്, നമുക്ക് എവിടെ വേണമെങ്കിൽ അത് മാറ്റി വെക്കാൻ സാധിക്കും. അപ്പൊ അത്തരത്തിൽ എല്ലാ വാർഡുകളിലും ഒരു മിനി MCF എങ്കിലും നമ്മൾ സ്ഥാപിച്ചു വെച്ചിട്ടുണ്ട്. ചില വാർഡുകളിൽ എണ്ണം കൂടുതലുണ്ട്. അപ്പൊ അങ്ങനെ മിനി MCF നമ്മളെ വീടുകളിൽ നിന്നും കളക്ട് ചെയ്യുന്ന പ്ലാസ്റ്റിക്കുകൾ അവിടെ ശേഖരിച്ച് അവിടെ നിന്ന് മെയിൻ ആയിട്ടുള്ള MCFയിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മാലിന്യ സംസ്കരണ പ്രവർത്തനത്തിൽ നല്ല രീതിയിലുള്ള മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. മറ്റൊന്ന്, എല്ലാ വീടുകളിലും നിർബന്ധമായും റിംഗ് കമ്പോസ്റ്റ് വേണം എന്നുള്ള ശക്തമായ തീരുമാനം പഞ്ചായത്ത് നടപ്പിലാക്കിയിട്ടുണ്ട്. അതിന് എല്ലാ ജനങ്ങളും നല്ല രീതിയിൽ സപ്പോർട്ടിംഗ് ആണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷങ്ങളിലൊക്കെ വലിയ രീതിയിൽ റിംഗ് കമ്പോസ്റ്റുകളുടെ വിതരണം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബൊക്കാഷ ബക്കറ്റ് ചെയ്യുന്നുണ്ട്. ഖരമാലിന്യ സംസ്കരണം നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് ബൊക്കാഷ ബക്കറ്റ് ഉണ്ട്, ബയോബിൻ ഉണ്ട്. അതുപോലെ തന്നെ ബയോഗ്യാസ് പ്ലാന്റ്, ഈ വീടുകളിൽ ബയോഗ്യാസ് പ്ലാന്റ് നിർമ്മിച്ച ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് കുറെ നല്ല രീതിയിലുള്ള സഹകരണം ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ നമ്മളെ പഞ്ചായത്തില് വൻകുളത്താൽ ടൗണ് നമ്മുടെ അഴീക്കോട് MLAയുടെ സഹായത്തോടു കൂടി നമ്മളെ ടൗണ് സൗന്ദര്യവൽക്കരണം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ സൗന്ദര്യവൽക്കരണം നടത്തിയതിന്റെ ഭാഗമായി ആ ടൗണ് നമ്മൾ ഹരിത ടൗണായി പ്രഖ്യാപിക്കുകയും അവിടെ വ്യാപാരികളുടെ നല്ല സഹായം ഉണ്ടായിട്ടുണ്ടായിരുന്നു. വ്യാപാരികള് കുറച്ച് ബിന്നുകളൊക്കെ അവര് പൊതുവായിട്ടുള്ള
നമ്മളെ സൗന്ദര്യവൽക്കരണം നടത്തിയതിനു ശേഷം അതാത് ടൗണുകളിൽ അവരെ ബിന്നുകൾ വെച്ച് നമ്മളെ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് മാലിന്യ സംസ്കരണ പരിപാടിയിൽ കൈകോർത്തിട്ടുണ്ട്. അതെല്ലാ മേഖലയിലും ഉണ്ട്. ഇപ്പൊ സ്കൂളുകളിൽ മാലിന്യ സംസ്കരണത്തിന്റെ ഭാഗമായി സ്കൂളുകളിൽ നമ്മൾ ഇത്തരത്തിലുള്ള മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ക്ലാസ്സുകൾ നടത്തിയിട്ടുണ്ട്. പൊതു അവയർനെസ് കൊടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്കറിയാം, മാലിന്യം എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഡ്രൈവ് കൊണ്ടോ നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നതല്ല. ഇതൊരു ബോധവൽക്കരണത്തിലൂടെ മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ. നമുക്കറിയാം, നമ്മുടെ ഉള്ളിടത്തോളം കാലം മാലിന്യങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളായാലും ഭക്ഷണ പദാർത്ഥങ്ങളായാലും മറ്റുള്ള സംവിധാനങ്ങളായാലും ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളായാലും ഇതൊക്കെ ഒരു ഘട്ടത്തിൽ മാലിന്യമായി മാറും. അപ്പോൾ ഇത് കാലക്രമേണ ഇത് നടത്തിക്കൊണ്ടുവരേണ്ട ഒരു ബോധവൽക്കരണം നടത്തി നമ്മൾ ഇതിലേക്ക് ആൾക്കാരെ എന്റെ മാലിന്യം, നമ്മുടെ കേരളത്തിന്റെ മുദ്രാവാക്യം തന്നെ അങ്ങനെയാണല്ലോ, എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്വം. ആ നിലവാരത്തിലേക്ക് ആളെ ബോധവൽക്കരിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിന്റെ കൂടെ തന്നെ നമ്മൾ പഞ്ചായത്തിന്റെ സംവിധാനങ്ങൾ കൂടി ഒരുക്കിയിട്ടുണ്ട്. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട ടൗണുകൾ മാലിന്യമുക്ത ടൗണുകളായി പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്തരത്തില് ഒരു വലിയ ക്യാമ്പയിനാണ് ഇതിന്റെ ഭാഗമായി നമ്മൾ നടത്തുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ ഇതിന്റെ ഭാഗമായി നല്ല രീതിയിലുള്ള ശുചിത്വ ബോധവൽക്കരണ യാത്രകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇതിന്റെ നമ്മൾ അഴീക്കോട് സ്കൂളുകളുടെ കേന്ദ്ര നേതൃത്വത്തിൽ അതുമായി ബന്ധപ്പെട്ട് ഒരു സംഗീത ശില്പമൊക്കെ രൂപം കൊടുത്തിട്ടുണ്ടായിരുന്നു. അഴീക്കോട് ഹൈസ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളൊക്കെ നമ്മുടെ കൂടെ നിന്നുകൊണ്ട്. അപ്പൊ അത്തരത്തിൽ വലിയൊരു ഇടപെടൽ ഈ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് നടപ്പിലാക്കിയിട്ടുണ്ട്. ഇപ്പൊ നമ്മളെ പഞ്ചായത്തിന്റെ ഒരു മാലിന്യ സംസ്കരണത്തിന്റെ ഭാഗമായി തന്നെയാണ് പഞ്ചായത്തിൽ വാട്ടർ ATM കണ്ണൂർ ജില്ലയിൽ തന്നെ ആദ്യമായിട്ട് സ്ഥാപിച്ചത് നമ്മുടെ പഞ്ചായത്തായിരുന്നു. വാട്ടർ ATM നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. പൈസ ഇട്ടുകൊണ്ടോ അല്ലെ QR കോഡ് സെലക്ട് ചെയ്തുകൊണ്ടോ നമുക്ക് ചൂടുവെള്ളം, നമ്മുടെ കോൾഡ് വാട്ടർ, പിന്നെ നോർമൽ വാട്ടർ എന്നിങ്ങനെ രീതിയിലുള്ള കുടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വെള്ളം. അത് ഉദ്ദേശം നമ്മൾ പരമാവധി പ്ലാസ്റ്റിക് ഉപയോഗം കുറക്കുക എന്നുള്ളത്. നമുക്കറിയാം, ഇന്ന് ചെറിയ 1/2 ലിറ്റർ വെള്ളം കുപ്പി വരെ ലഭിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ അത് പരമാവധി അതിനെ നിരുത്സാഹപ്പെടുത്തുക എന്നുള്ളതാണ് പഞ്ചായത്ത് കണ്ടത്. പരമാവധി നല്ല പ്രധാനപ്പെട്ട ടൗണുകൾ, ഇപ്പൊ വെൺകുളത്തായാലും അഴീക്കൽ ബോട്ട് ജെട്ടിയിൽ ഇത് സ്ഥാപിച്ചിട്ടുണ്ട്. അഴീക്കൽ ജെട്ടിയിൽ പ്രധാനമായും നമുക്കറിയാം, അന്യ സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെ ജോലി ചെയ്യുന്ന ഒരു പ്രദേശമാണ് അഴീക്കൽ ജെട്ടി. മത്സ്യത്തൊഴിലാളികൾ അവിടെ ഉൾപ്പെടെ ഇത് വെച്ചിട്ടുണ്ട്. അതുപോലെ ചാൽ ബീച്ച് പ്രധാനപ്പെട്ട സ്ഥലമാണ്. ആൾക്കാർ, നമ്മുടെ സഞ്ചാരികളൊക്കെ എത്തുന്ന ഒരു പ്രദേശം കൂടിയാണ്. അപ്പൊ ആ ബീച്ചിലും ഇതുപോലെ 2 ATMകൾ നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും മാലിന്യ സംസ്കരണ രംഗത്ത് വിവിധ മേഖലകളിൽ കുട്ടികളെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിവിധ വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടപ്പിലാക്കുന്നത്. അതുപോലെ തന്നെ ആരോഗ്യരംഗത്ത് രോഗികൾക്ക് ഹെൽത്ത് കാർഡ് അടക്കം വിതരണം ചെയ്ത ഒരു പഞ്ചായത്താണ് അഴീക്കോട് ഗ്രാമപഞ്ചായത്ത്. അതെ, ആരോഗ്യരംഗത്ത് നമ്മുടെ പഞ്ചായത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഇടപെടൽ നടത്തിയിട്ടുണ്ട്. നമ്മൾ പഞ്ചായത്ത് ഭരണസമിതി വരുന്ന സമയത്ത് ഒരു പാലിയേറ്റീവ് യൂണിറ്റ് ഉണ്ടത് ആരോഗ്യ രംഗത്ത്. അപ്പൊ നമ്മൾ ഭരണസമിതി ഡിസ്കഷൻ നടത്തിയപ്പോഴാണ് 500-ൽ പരം കിടപ്പ് രോഗികളുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും, അപ്പൊ 500 പേരെ നമ്മൾ ഒരു യൂണിറ്റ് കൊണ്ട് എന്തായാലും പരിഹരിക്കാൻ സാധിക്കില്ല. അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ കൊടുക്കാൻ സാധിക്കില്ല. അപ്പൊ അങ്ങനെയാണ് രണ്ടാമതൊരു യൂണിറ്റ് കൂടി വേണമെന്ന് തീരുമാനിക്കുകയും 2 യൂണിറ്റ് ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അതിൻ്റെ അകത്ത് ജോലി ചെയ്യുന്ന ഒരാള്, പാലിയേറ്റീവ് നേഴ്സ്, അവര് ഗൾഫിലേക്ക് പോയതോടുകൂടി ആ യൂണിറ്റ് പ്രവർത്തനക്ഷമമല്ല. അപ്പൊ അത് പ്രവർത്തനക്ഷമമാക്കാനുള്ള പ്രവർത്തനത്തിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. ഒരു മാസം കൊണ്ട് അതിന്റെ പ്രവർത്തനങ്ങൾ വീണ്ടും സജീവമായി വരും. അപ്പോൾ അത്തരത്തില് ആരോഗ്യ രംഗത്ത് നല്ല രീതിയിൽ ഇടപെടുന്നുണ്ട്. അതുപോലെ തന്നെ ഗുരുതരമായ രോഗങ്ങൾ ബാധിച്ചവർക്ക് മെഡിസിൻ വാങ്ങാനുള്ള സാമ്പത്തിക സഹായം പഞ്ചായത്ത് നൽകുന്നുണ്ട്. ഗുരുതര രോഗികൾക്കുള്ള മെഡിസിൻ, ഡയാലിസിസ് പേഷ്യൻസിനുള്ള സാമ്പത്തിക സഹായം, ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻസിന് അവര് ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്ക് അതിനു വേണ്ടിയുള്ള ഗവൺമെന്റ് പ്രഖ്യാപിച്ചതാണ്. പക്ഷെ പഞ്ചായത്തുകൾ അത് പദ്ധതി വെച്ചുകൊണ്ട് ചെയ്തു പോകുന്നുണ്ട്. അതുപോലെ തന്നെ ആരോഗ്യ രംഗത്ത് നല്ല ബോധവൽക്കരണം. ഇപ്പൊ നമ്മുടെ പഞ്ചായത്ത് സ്ത്രീ പദവി പഠനം നടത്തിയിട്ടുണ്ടായിരുന്നു, സ്ത്രീകളെ ആരോഗ്യമായി ബന്ധപ്പെട്ട്. അപ്പൊ അതില് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം പൂർണ്ണമായും ആരോഗ്യവതികളല്ല സ്ത്രീകൾ. അതിന്റെ ഭാഗമായി നമുക്ക് HB കൗണ്ടിന് ഉൾപ്പെടെ അവരിലെ വേരിയേഷൻ ഉണ്ട് പല സ്ത്രീകളിലും. നമ്മൾ പുറമേ നിന്ന് കാണുമ്പോൾ സ്ത്രീകൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിലും പക്ഷെ ഇത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അവർക്ക് വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായി നമ്മൾ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ
HB കൗണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടെത്താനും ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയും അതിന്റെ ഭാഗമായി അവർക്ക് മെഡിസിൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രപ്പോസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ നേരത്തെ ഞാൻ പറയാൻ വിട്ടുപോയത് മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ സ്ത്രീകൾക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ ഈ മെൻസ്ട്രൽ കപ്പ് നമുക്കറിയാം ഇന്നത്തെ സാഹചര്യത്തിൽ അത് നമ്മൾ വിതരണം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ കഴിഞ്ഞ വർഷവും ചെയ്തു, ഈ വർഷവും ചെയ്തിട്ടുണ്ട്. ആദ്യം വലിയ നല്ല രീതിയിലുള്ള പ്രതികരണം ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇത്തവണ നല്ല പ്രതികരണമാണ് പൊതുവിൽ സ്ത്രീകളുടെ ഭാഗത്ത് നിന്നുണ്ടായത്. അതിലൊരു പ്രശ്നം ഉണ്ടായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യ ആരോഗ്യപരമായി പ്രശ്നം ഉണ്ടാവും എന്നുള്ള തെറ്റായ ധാരണ ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നു മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യില്ല. പിന്നീട് അത് നല്ല രീതിയിലുള്ള ബോധവൽക്കരണങ്ങളൊക്കെ നടത്തി നല്ല രീതിയിൽ ഇപ്പൊ ആൾക്കാർ അതിനോട് പോസിറ്റീവായി പ്രതികരിക്കുന്നുണ്ട്. ഇപ്പൊ എല്ലാ ദിവസം ഓരോ ദിവസം ഇടവിട്ടുകൊണ്ട് പ്രഷർ, നമ്മുടെ ജീവിതശൈലി രോഗങ്ങളുടെ പരിശോധന നമ്മുടെ ഹെൽത്ത് സെന്ററിൽ പഞ്ചായത്തിന്റെ സഹായത്തോടു കൂടിയിട്ട് നടക്കുന്നുണ്ട്. അവർക്ക് വേണ്ടുന്ന മെഡിസിനുകൾ കൃത്യമായി നമ്മൾ കൊടുക്കുന്നുണ്ട്. ജീവൻ രക്ഷാ മരുന്നുകൾ വിതരണം ചെയ്യുന്നുണ്ട്. അഴീക്കോട് ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ പങ്കുവയ്ക്കുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് അജീഷ് കെ. കാർഷിക മേഖലയാണ് അഴീക്കോട് ഗ്രാമപഞ്ചായത്ത്. കാർഷിക മേഖലയിലടക്കം നിരവധി വികസന പ്രവർത്തനങ്ങളാണ്. മാലിന്യ സംസ്കരണ രംഗത്തും വിദ്യാഭ്യാസ രംഗത്ത് എത്രത്തോളമാണ് ഗ്രാമപഞ്ചായത്തിന്റെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുള്ളത്? അംഗനവാടികൾ, സ്കൂളുകൾ കേന്ദ്രീകരിച്ചുള്ള പദ്ധതികളൊക്കെ എങ്ങനെയാണ് നടപ്പിലാക്കുന്നത്? നമ്മുടെ പഞ്ചായത്തിനകത്ത് അംഗൻവാടിയുടെ കാര്യം പറയാം. പഞ്ചായത്തിനകത്ത് 45ഓളം അംഗൻവാടി സെന്ററുകളുണ്ട്. അതിൽ നമ്മളെ 33ഓളം അംഗൻവാടിക്ക് സ്വന്തമായി കെട്ടിടമുണ്ട്. ബാക്കിയുള്ള 12ഓളം അംഗൻവാടിക്ക് സ്വന്തമായി കെട്ടിടമില്ല, വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിപ്പോ കഴിഞ്ഞ ഭരണസമിതി വളരെ ഡിസ്കസ് ചെയ്യുകയും ആവശ്യമായ സ്ഥലത്ത് ഇപ്പൊ 2 സ്ഥലങ്ങളിൽ നമുക്ക് അംഗൻവാടിക്ക് സ്ഥലം കിട്ടിയിട്ടുണ്ട് ബിൽഡിംഗ് എടുക്കാൻ വേണ്ടി. അത് പുതിയ സാമ്പത്തിക വർഷത്തിൽ അത് എന്തായാലും സ്മാർട്ട് അംഗൻവാടി തന്നെ എടുക്കാൻ വേണ്ടി തീരുമാനം എടുത്തിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന 45 അംഗൻവാടികളിലും വലിയ രീതിയിലുള്ള ഇടപെടൽ, പോഷകാഹാരവും അവരെ സാധാരണ ചെയ്യേണ്ട എല്ലാ പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. അംഗൻവാടികൾക്ക് കുട്ടികൾക്ക് കലോത്സവം, ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന കലോത്സവങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് അംഗൻവാടി കുട്ടികൾക്ക്. അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായ ഉപകരണങ്ങൾ എല്ലാ വർഷങ്ങളിലും അംഗൻവാടികളിലെ കുട്ടികൾക്ക് അവരുടെ ബുദ്ധിവികാസത്തിനും അത് കുട്ടികളെ അതുപോലെ തന്നെ കളിച്ച് പഠിക്കാൻ ഉള്ള ഒരു സൗകര്യങ്ങൾ അംഗൻവാടികളിൽ ഒരുക്കുന്നുണ്ട്. കുട്ടികൾക്ക് അതിനുവേണ്ടിയുള്ള കളിക്കോപ്പുകൾ ഉൾപ്പെടെ പഞ്ചായത്തിന്റെ പദ്ധതി വെച്ച് നല്ല രീതിയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടമായിട്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കാരണം നമ്മൾ വരുന്ന സമയത്ത് അംഗൻവാടികളിൽ വലിയ രീതിയിലുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിൽ ഈ ഭരണസമിതി വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന് നല്ല ഇടപെടൽ അംഗൻവാടി ടീച്ചർമാരുടെ ഭാഗത്തു നിന്നും ഹെൽപ്പർമാരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ സ്കൂള് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നമുക്കൊക്കെ അറിയാലോ, അഴി പഞ്ചായത്തുകൾ LP UP സ്കൂളുകളാണ് പഞ്ചായത്തിന്റെ അധീനതയിൽ വരുന്നത്. ഹൈസ്കൂള് നമ്മളെ പഞ്ചായത്തിനകത്ത് 3ഓളം ഹൈസ്കൂളുകളുണ്ട്. അപ്പോൾ LP UP സ്കൂളുകളിൽ വലിയ രീതിയിലുള്ള ഇടപെടലാണ് പഞ്ചായത്ത് നടത്തുന്നത്. ഇപ്പൊ നമ്മൾ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്ന ചിത്രശില്പ ഗ്രാമം എന്ന് പറഞ്ഞൊരു പദ്ധതി നടപ്പിലാക്കി കുട്ടികളുടെ കലാപരിപാടി അതുപോലെ തന്നെ നിർമ്മാണങ്ങൾ ഉൾപ്പെടെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയായിരുന്നു. അത് നല്ല രീതിയിൽ നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു. ആ നടപ്പിലാക്കിയതിന് ശേഷം അത് കുട്ടികളെ അവിടെ സ്കൂളിൽ തന്നെ അത് പ്രദർശിപ്പിക്കുകയും കുട്ടികൾ വരച്ചതും അത് ഒരു വർഷത്തെ ഏറ്റവും നൂതന പദ്ധതിയായിട്ടാണ് പഞ്ചായത്ത് നടപ്പിലാക്കിയത്. ഒന്നാമത് അഴീക്കോടിനെ സംബന്ധിച്ചിടത്തോളം ചിത്രരചനയിലൊക്കെ ഒരുപാട് പ്രഗത്ഭരുണ്ടായ ഒരു നാട് കൂടിയാണ് നമ്മുടെ കൈത്തറിയുടെ ഒക്കെ ഒരു പ്രധാന നാടായതുകൊണ്ട് തന്നെ അതിന് വലിയ പ്രാമുഖ്യമുണ്ട്. ചിത്രകലക്കൊക്കെ നല്ല പ്രാമുഖ്യമുള്ള ഒരു നാടായിരുന്നു. അപ്പൊ അതിനെ നമ്മുടെ പ്രദേശത്തുള്ള കുട്ടികളൊക്കെ അതിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തോടെയാണ്. മറ്റൊന്ന് നമ്മുടെ സുകുമാർ അഴീക്കോട്, നമുക്കറിയാലോ, അദ്ദേഹത്തിന്റെ പേരിലാണല്ലോ നമ്മുടെ നാട് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ പേരിൽ ഒരു അവാർഡ് കുട്ടികൾക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നമ്മളെ LP UP സ്കൂളിലെ കുട്ടികൾക്ക് മികച്ച പ്രകടനം കാഴ്ചവെച്ച കുട്ടികൾക്ക് ആ കുട്ടികൾക്കുള്ള അവാർഡ്. അതിൽ നമ്മൾ കൊടുക്കുന്നത് കുട്ടികൾക്ക് പുസ്തകമാണ്. ഓരോ വർഷവും കൊടുക്കുന്നത് വ്യത്യസ്തമായ പുസ്തകങ്ങളാണ് കുട്ടികൾക്ക് അവാർഡായിട്ട് നമ്മൾ കൊടുക്കുന്നത്. അത് ഒരു കാര്യം മലയാള ഭാഷയെ പരിപോഷിപ്പിക്കുകയും കുട്ടികളിൽ വായന വളർത്തിയെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് നമ്മളിത് കുറച്ച് വർഷങ്ങളായി പഞ്ചായത്ത് വിദ്യാഭ്യാസ രംഗത്ത് തുറന്നു വരുന്ന ഒരു പദ്ധതിയാണ്. അത് ഇനിയും നല്ല രീതിയിൽ നല്ല മെച്ചപ്പെട്ട രീതിയിൽ കൊടുക്കാൻ നമുക്ക് സാധിക്കും. കുറെ കുട്ടികൾക്ക് അതിന്റെ ഭാഗമായി നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. മറ്റൊന്ന് കുട്ടികളുടെ പരിമിതികൾ കണ്ടെത്തി അവരെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി ഉപകരണങ്ങൾ ഈ പുതിയ സാമ്പത്തിക വർഷത്തിൽ പഞ്ചായത്ത് നടപ്പിലാക്കുന്നുണ്ട്. കുട്ടികളിലുള്ള ഏകാഗ്രത, അതുപോലെ തന്നെ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾ, പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് മുന്നേറി വരുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ, അതുപോലെ തന്നെ അത്തരത്തിലുള്ള ഒരുപാട് പദ്ധതികൾ പഞ്ചായത്ത് നടപ്പിലാക്കിയിട്ടുണ്ട്.
തീർച്ചയായിട്ടും വിദ്യാഭ്യാസ മേഖലയിൽ കുട്ടികളുടെ കഴിവുകൾ പരിപോഷിപ്പിക്കാനുള്ള നിരവധി വികസന പ്രവർത്തനങ്ങളാണ് അഴീക്കോട് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. കണ്ണൂർ ജില്ലയിലെ അഴീക്കോട് പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. അതുപോലെ തന്നെ അജീഷ്, ഈ ലഹരി ഉപയോഗമൊക്കെ വർദ്ധിച്ചു വരുന്നൊരു കാലഘട്ടമാണ്. എങ്ങനെയൊക്കെയാണ് ഈ ലഹരി വിരുദ്ധ പദ്ധതികൾ ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കി വരുന്നത്? ലഹരി വിരുദ്ധ പദ്ധതികൾ പ്രധാനമായും നമ്മൾ ഏറ്റെടുത്തത് ക്യാമ്പയിനുകളാണ്. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തുറന്ന വർഷങ്ങളിൽ ഒരുപാട് നല്ല വലിയൊരു ക്യാമ്പയിനുകൾ നടത്തിയിരുന്നു. കുട്ടികളെ സംഘടിപ്പിച്ചുകൊണ്ട് സൈക്കിൾ റാലി നടത്തിയിട്ടുണ്ട്, മാരത്തോൺ ഓട്ടം സംഘടിപ്പിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ കുട്ടികളുടെ ഘോഷയാത്രകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്, കാൽനട ജാഥകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. എല്ലാ സ്കൂളുകളിലും വലിയ രീതിയിലുള്ള ക്യാമ്പയിനുകൾ ഇതിന്റെ ഭാഗമായി എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനും പോലീസിനൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ക്ലാസ്സുകൾ നൽകിയിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ലാസ്റ്റ് ദിവസം ഇപ്പൊ കഴിഞ്ഞ ഒരു 2 മാസം അപ്പുറയാണ് നമ്മളൊരു വലിയ രീതിയിലുള്ള ക്ലാസ് ലഹരിയായി ബന്ധപ്പെട്ട് നൽകിയത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനുവേണ്ടി ഇപ്പം നമ്മൾ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തന്നെ അധ്യാപകരുടെ യോഗങ്ങളൊക്കെ വിളിച്ചു ചേർത്ത് ഇപ്പം അതിനുവേണ്ടി സ്കൂളുകളിൽ ഒരു സ്ക്വാഡിനെ ഒക്കെ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. ക്ലബ്ബുകൾ രൂപീകരിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഈ രീതിയിലൊക്കെ സ്കൂളുകളുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിൽ ഇടപെട്ടിട്ടുണ്ട്. നമുക്കറിയാം, ലഹരി എന്ന് പറയുന്നത് നമ്മളിപ്പം നിലവിൽ ഇപ്പം വലിയൊരു മാരകമായ വിപത്തായി മാറിയിരിക്കണം നമ്മുടെ സമൂഹത്തിന്. ധൈര്യം ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ക്യാമ്പയിനിലൂടെ മാത്രമേ നമുക്കത് അവസാനിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്കറിയാലോ, നമ്മൾ കേരളത്തിന്റെ പൊതുവായിട്ടുള്ള ഒരു സ്വഭാവമുണ്ട്. നമ്മൾ നിരോധിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഉപയോഗിക്കാം എന്നുള്ള ഒരു സ്വഭാവത്തിലേക്ക് എത്തുന്ന കുറെ ചിന്താഗതിക്കാരുണ്ട്. അപ്പൊ അവരെയൊക്കെ നമ്മൾ ബോധവൽക്കരിച്ചുകൊണ്ട് ഈ രീതിയിൽ ഇപ്പം പഴയ പോലെ അല്ല ലഹരി, രാസലഹരി ആയതുകൊണ്ട് തന്നെ വലിയൊരു ആശങ്കയാണ് നമ്മൾ എല്ലാവരും അഭിമുഖീകരിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ഈ പറയുന്നതിന്റെ ബുദ്ധിമുട്ട് അഭിമുഖീകരിക്കുന്നത് കുട്ടികളാണ്. സ്കൂൾ കുട്ടികൾ മുതലുള്ള ആൾക്കാരാണ്. അപ്പൊ എന്തായാലും നമ്മൾ പഞ്ചായത്ത് അതിനു വേണ്ടിയുള്ള ബൃഹത്തായ പദ്ധതികൾ ഇതുവരെ നടപ്പിലാക്കി വരുന്നുണ്ട്. ഇതിന് തുടർന്നും അത്തരത്തിലുള്ള പദ്ധതികൾ 100% ഏറ്റെടുത്ത് കൊണ്ടുപോകുന്നതിന് പഞ്ചായത്തിന് വലിയ സന്തോഷമാണ്. കാരണം നമ്മുടെ കുട്ടികളുടെ ഇടയിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിൽ കുട്ടികൾ തന്നെ ചില കാര്യങ്ങൾ ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ അധ്യാപകരുടെ SSLC +2 എക്സാമുകൾ കഴിയുകയാണ്. അതിന്റെ ഭാഗമായി അധ്യാപകരുടെ യോഗം വിളിച്ചു. അധ്യാപകരും PTA അതുപോലെ വിദ്യാർത്ഥിനി പ്രതിനിധികൾ ഉൾപ്പെടെ വിളിച്ചു ചേർത്ത് യോഗം ചേർന്നിരുന്നു. അവരും ഈ ആശങ്ക, നമ്മൾ പങ്കുവെച്ച ആശങ്ക, അവരും അത് 100% നമ്മുടെ കൂടെ തന്നെയാണ്. ആ കുട്ടികൾ ഉൾപ്പെടെ, അതാണ് ആ യോഗത്തിൽ എനിക്ക് ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. കാരണം കുട്ടികൾക്ക് തന്നെ ചില കുട്ടികൾക്ക് തന്നെ ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മുടെ ഇടയിൽ വരുന്നുണ്ടെന്നും അത് തെറ്റാണ് എന്നും പൂർണ്ണമായും കുട്ടികൾക്ക് നല്ല ബോധ്യമുണ്ട്. എന്തായാലും ആ കുട്ടികളെ കൂടി ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ക്യാമ്പയിൻ നമുക്ക് ചെയ്യാം എന്നുള്ളതാണ് തോന്നുന്നത്. എന്തായാലും അത് കുട്ടികളുടെ ഭാഗത്ത് നല്ല പോസിറ്റീവായ ഒരു അനുഭവമാണ് യോഗം വിളിച്ചപ്പോൾ ഉണ്ടായത്. അപ്പൊ വലിയ ക്യാമ്പയിനുകൾ ഇതിന്റെ ഭാഗമായി നമ്മൾ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന PPT പിന്നെ വെച്ചുകൊണ്ടാണ് കുട്ടികൾക്ക് ബോധവൽക്കരണം നടത്തിയത്. എക്സൈസിന്റെ നല്ല സഹായം നമ്മുടെ കണ്ണൂരിൽ നിന്ന് എക്സൈസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അവർ വരുന്ന സമയത്ത് ഇപ്പൊ ലാസ്റ്റ് നടന്ന ക്യാമ്പയിന്റെ ഭാഗമായി നമ്മൾ ഈ മയക്കുമരുന്ന് ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന ദൂഷ്യഫലങ്ങളെ ഒരു പോസ്റ്റർ പ്രചരണം അന്ന് ആ ക്യാമ്പ് നടക്കുന്ന സ്ഥലത്ത് കുട്ടികൾക്ക് ഒരു നോട്ടത്തിൽ മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു പ്രചരണം കൂടി അതിന്റെ ഭാഗമായി നമ്മൾ ഈ ക്ലാസ് നടക്കുന്ന സ്ഥലത്തേക്ക് വരുമ്പോൾ കുട്ടികൾക്ക് ഇതിങ്ങനെ റൗണ്ട് അടിച്ച് കണ്ട് പോവാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു എക്സിബിഷൻ പോലെ നമ്മൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ നല്ലൊരു പോസിറ്റീവായിട്ടാണ് ഈ നമ്മൾ നടത്തിയ പ്രവർത്തനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ലഹരിയായി ബന്ധപ്പെട്ട്. തീർച്ചയായിട്ടും സ്ത്രീ ശാക്തീകരണ രംഗത്ത് അഴീക്കോട് ഗ്രാമപഞ്ചായത്തിന്റെ ഒരു ഇടപെടൽ എത്രത്തോളമാണ് ഉണ്ടായിട്ടുള്ളത്? സ്വയം തൊഴിൽ സംരംഭങ്ങളടക്കം ആരംഭിച്ചിട്ടുള്ള ഒരു പഞ്ചായത്താണോ? ഇപ്പൊ ഞാൻ നേരത്തെ ആദ്യം പറയുമ്പോൾ സൂചിപ്പിച്ചിരുന്നു, ബാലസൗഹൃദത്തിന്റെ സൂചിപ്പിച്ചു. പിന്നെ സ്ത്രീ പദവി പഠനം, നമ്മളെ ആരോഗ്യരംഗം പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരോഗ്യരംഗത്തെ കാര്യം. സ്ത്രീകളെ അവസ്ഥ, ഇന്നത്തെ നിലയിൽ അവരുടെ അവസ്ഥയെക്കുറിച്ചുള്ള ഒരു പഠനം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ടായിരുന്നു. അതിലിപ്പം നമ്മുടെ പഞ്ചായത്തിന്റെ അകത്ത് എത്ര സ്ത്രീകൾ, വിദ്യാസമ്പന്നരായ എത്ര സ്ത്രീകളുണ്ടെന്നും അതുപോലെ തന്നെ അവരിൽ എത്രമാത്രം ആൾക്കാർക്ക് സ്ഥിരമായ വരുമാനദായകമായ എന്തൊക്കെ ചെയ്യുന്നവരുണ്ട് എന്നുള്ളതൊക്കെ സർവേയുടെ ഭാഗമായി വന്നിട്ടുണ്ട്. തുടർന്ന് ഇനി ഈ വരുന്ന സാമ്പത്തിക വർഷത്തിൽ അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള പദ്ധതികൾക്ക് പഞ്ചായത്ത് രൂപം നൽകും. പിന്നെ മറ്റൊന്ന് ഇതുവരെ അത് നടത്തി വരുന്നത് സ്ത്രീകളുമായി ബന്ധപ്പെട്ട് കുടുംബശ്രീയുടെ സഹായത്തോടുകൂടി നിരവധി സംരംഭങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ പഞ്ചായത്ത് ഈ അടുത്തായിട്ട്
പ്രവർത്തനം ആരംഭിച്ച വില്ലേജ് ഹാർട്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വില്ലേജ് ഹാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 18ഓളം റൂമുകളുള്ള ഒരു വ്യവസായം ചെയ്യാൻ പറ്റിയ ഒരു സൗഹൃദ അന്തരീക്ഷമുള്ള ഒരു സ്ഥലമാണ്. ഒരു പഞ്ചായത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംരംഭ സംവിധാനം. ആ സംരംഭത്തിൽ ഇപ്പോൾ ഓപ്പൺ ചെയ്തു. ഒരു 17ഓളം റൂമുകൾ നമുക്ക് കൊടുക്കാൻ സാധിച്ചു. 17ഓളം സംരംഭകരെ നമുക്ക് അവിടെ പുനഃസ്ഥാപിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ. അതുപോലെ നിരവധി സംരംഭങ്ങൾ സ്വന്തമായി സ്ത്രീകൾ ഒരുപാട് ഈ മേഖലയിൽ ഇപ്പൊ നമ്മള് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഓക്സിലറി ഗ്രൂപ്പ്, കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഓക്സിലറി ഗ്രൂപ്പ് സ്വന്തമായി സംരംഭങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അത് മറ്റൊരു സഹായവും ഇല്ലാതെയാണ് നമ്മുടെ പഞ്ചായത്തിനകത്തുള്ള ഓക്സിലറി ഗ്രൂപ്പ് സംരംഭം തുടങ്ങിയത്. അതുപോലെ എടുത്തു പറയപ്പെടുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. നമ്മളെ അവാർഡുകളൊക്കെ കിട്ടിയ സ്ത്രീകളുണ്ട്, സംരംഭങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന. അച്ചാറും അതുപോലെ തന്നെ മറ്റുള്ള ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉൾപ്പെടെ ചെയ്യുന്നുണ്ട്. പിന്നെ സ്ത്രീകളുടെ നേതൃത്വത്തിൽ തന്നെ ഫാം നടത്തുന്നുണ്ട്. കോഴി ഫാം ഉണ്ട്. അതുപോലെ തന്നെ പശുവിനെ വളർത്തുന്ന സ്ത്രീകളുണ്ട് സംരംഭമായിട്ട്. അതൊക്കെ മെച്ചപ്പെട്ട ഒരു കാർഷിക മേഖലയിൽ ഉൾപ്പെടെ, ക്ഷീര കർഷക മേഖലയിൽ ഉൾപ്പെടെ അവാർഡ്, സ്റ്റേറ്റ് ലെവലിൽ ഉൾപ്പെടെ അവാർഡ് കിട്ടിയ സ്ത്രീകൾ നമ്മുടെ പഞ്ചായത്തിനകത്തുണ്ട്. ഏറ്റവും ചെറുപ്പക്കാരിയായ സ്ത്രീ ഉൾപ്പെടെ നമ്മുടെ കുടുംബശ്രീയുടെ സീരിയസ് അംഗമായ ഷംന എന്ന് പറയുന്നവരുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ സീരിയസ് ചെയർപേഴ്സൺ ഒരു സംരംഭകയാണ്. അവരുടെ ഒരു സോപ്പ് പൊടി പ്രശസ്തമായ ഒരു സംവിധാനമായിരുന്നു. അപ്പൊ അങ്ങനെ സ്ത്രീകളുടെ ഇടയിൽ നല്ല രീതിയിലുള്ള സംരംഭങ്ങൾ ഇപ്പൊ എടുത്തു പറയത്തക്ക രീതിയിലുള്ള ഒരുപാട് സംരംഭങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ ഒരു കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ, സാമ്പത്തികമായി മുന്നോട്ട് പോകാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. അപ്പൊ എല്ലാ സ്ത്രീകളെയും അതിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് പഞ്ചായത്ത് ആഗ്രഹിക്കുന്നത്. നമുക്കറിയാലോ, പൊതുവിൽ ഗവൺമെന്റ് ജോബായാലും മറ്റുള്ള ജോബായാലും അതിനൊക്കെ പരിമിതിയുണ്ട്. ആ പരിമിതി, സംരംഭങ്ങൾ തുടങ്ങുന്നതിന് പരിമിതികളില്ല, ജോലി നേടുന്നതിന് പരിമിതികളുണ്ട്. കാരണം ഒഴിവുള്ള സീറ്റിലല്ലേ നമുക്ക് ജോലി നേടാൻ സാധിക്കും. അതുപോലെ തന്നെ ടൂറിസം സാധ്യത ഏറെയുള്ള ഒരു പ്രദേശമാണ് അഴീക്കോട് ഗ്രാമപഞ്ചായത്ത്. ഇനി തുടർന്നുള്ള ഭാവി വികസന പദ്ധതികൾ എന്തൊക്കെയാണ്? ടൂറിസം മേഖലയിൽ വലിയ സാധ്യതയുണ്ട്, അനന്ത സാധ്യതകളുള്ള ഒരു പഞ്ചായത്ത് കൂടിയാണ്. ഞാൻ പറയുന്നത്, നമ്മൾ അഴീക്കോട് എന്ന് പറയുന്നത് തീരദേശ പഞ്ചായത്താണ്. തീരദേശ പഞ്ചായത്തിൽ പെടുന്ന ഒരു പഞ്ചായത്താണ് അഴീക്കോട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കേട്ടിട്ടുള്ള ചാൽ ബീച്ച്, മീൻകുന്ന് ബീച്ച്, ഇത് രണ്ടും രണ്ട് സ്ഥലത്താണെങ്കിലും രണ്ടും ഒരുപോലെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ്. മീൻകുന്ന് ചാൽ ബീച്ച് എന്നാണ് അതിന്റെ പേര്. മീൻകുന്ന് പ്രദേശം നല്ല ഉയർന്ന പ്രദേശമാണെങ്കിലും അത് ചാൽ ബീച്ച് കുറച്ച് താഴ്ന്ന പ്രദേശമാണ്. അപ്പൊ അതിന്റെ പരമായ മാറ്റങ്ങളും ഉണ്ട്. അപ്പൊ ചാൽ ബീച്ച് ഇപ്പൊ കഴിഞ്ഞ ജൂൺ മാസത്തോടു കൂടിയിട്ടാണ് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ കിട്ടിയത്. നമ്മുടെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ അഴീക്കോട് പഞ്ചായത്തിലുള്ള ചാൽ ബീച്ചിന് ലഭിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര ലെവലിലുള്ള ടൂറിസം ഡെസ്റ്റിനേഷനായി മാറിയിരിക്കുകയാണ് ചാൽ ബീച്ച്. ഇതിന്റെ ഭാഗമായി വലിയൊരു മാറ്റം ചാൽ ബീച്ചിലേക്ക് വന്നിട്ടുണ്ട്. അതിൽ ഈ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ പരിഗണിക്കുമ്പം പ്രധാനമായും പരിഗണിച്ച വിഷയം ആ പ്രദേശത്തെ അപകടരഹിതമായ ബീച്ച്, അതുപോലെ തന്നെ ശുദ്ധിയുള്ള വെള്ളം, ശുദ്ധജലം, അതായത് ഉപ്പുവെള്ളം അങ്ങനെയല്ല, മറ്റുള്ള ഇതൊന്നും കലരാത്ത ഒരു ശുദ്ധജലമുള്ള ഒരു സ്ഥലം ചാൽ ബീച്ച്. മറ്റൊന്ന് ഈ പറയുന്ന പോലെ ശുചിത്വമുള്ള പ്രദേശം ബീച്ച്. അങ്ങനെയുള്ള കുറെ ക്രൈറ്റീരിയകൾ വെച്ചിട്ടാണ് പഞ്ചായത്തിന് ഈ ഒരു ചാൽ ബീച്ചിനെ ഈ ഒരു സർട്ടിഫിക്കേഷൻ കിട്ടിയത്. അതിൽ MLA ഒക്കെ നല്ല രീതിയിൽ ഇടപെട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ അഴീക്കോട് MLA KV സുമേഷ്, അദ്ദേഹത്തിന്റെ നല്ലൊരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. ഈ ശുചിത്വത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ പഞ്ചായത്ത് അവിടെ പ്ലാസ്റ്റിക് പരമാവധി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പഞ്ചായത്ത് അവിടെ ടൂറിസം ഡെസ്റ്റിനേഷനിൽ 2 ATM, വാട്ടർ ATM സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ നല്ല സഞ്ചാരികളെ ആകർഷിക്കാൻ പറ്റിയ സൗകര്യങ്ങളുണ്ട്. അവിടെ ചിത്രശലഭ പാർക്ക് ഉണ്ട് ഈ ബീച്ചിനകത്ത്. കുട്ടികളെ വന്നു കഴിഞ്ഞാൽ നല്ല കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക് അവിടെയുണ്ട്. അതുപോലെ തന്നെ കടലാമ പ്രജനന കേന്ദ്രം അവിടെയുണ്ട്. ഇപ്പൊ ഇന്നലെ ഒരു 10-20 ആമകൾ വിരിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെ കടലിലേക്ക് ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറെ വർഷങ്ങളായി കടലാമകളെയൊക്കെ ഇവിടെ സംരക്ഷിച്ചു വരുന്നുണ്ട്. നമുക്കറിയാം, കടലാമയുടെ മുട്ടകള് കടലാമ വന്ന് ഇട്ട് പോയി കഴിഞ്ഞാൽ പിന്നീട് അത് കുറുക്കനോ മറ്റുള്ള ജീവികളൊക്കെ അത് ഭക്ഷിക്കലാണ് സാധാരണ. ഇതിപ്പോ അത് എടുത്ത് നമ്മളെ ഇവിടെയുള്ള ഒരു ചാൽ ബീച്ചില് ഈ പറയുന്ന കടലാമ സംരക്ഷണ സമിതി എന്നുകൊണ്ട് രൂപീകരിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രവർത്തകനാണ് സുനിൽ എന്ന് പറയുന്ന ഒരാൾ. അപ്പൊ അവിടെയുള്ള പ്രദേശത്തുള്ള ആൾക്കാരും പഞ്ചായത്തൊക്കെ സഹകരിച്ചുകൊണ്ട് അവിടെ ഹാച്ചറിങ് സംവിധാനം തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന്റെ ഭാഗമായി ഈ കടലാമക്ക് ഒരു പ്രത്യേകതയുണ്ട്. അത് എത്ര കിലോമീറ്റർ സഞ്ചരിച്ചാലും ഈ എവിടെ നിന്നാണോ അത്
കടലിലേക്ക് ഇറങ്ങിപ്പോയത് അവിടെ തന്നെ മുട്ടയിടാൻ തിരിച്ചു വരുന്നതാണ് അത് പറയുന്നത്. അത് അങ്ങനെയുള്ള പ്രത്യേകതകൾ ഇതിന്റെ ഭാഗമായി ഉണ്ട്. അപ്പൊ ഈ കാര്യങ്ങളിൽ ഇതൊക്കെ നമ്മൾ ചാൽ ബീച്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് സന്ദർശിച്ച് പോകാൻ സാധിക്കും. ടൂറിസം മേഖലയിൽ അതുപോലെ തന്നെ നമ്മളിപ്പം ഈ ബ്ലൂ ഫ്ലാഗ് കിട്ടിയതോടുകൂടി നമ്മൾ ഹോം സ്റ്റേ ഉൾപ്പെടെ അവിടെ ആരംഭിക്കാൻ വേണ്ടി ആലോചിച്ചിട്ടുണ്ട്. ആ പ്രദേശത്തുള്ള ആൾക്കാർക്കൊക്കെ ഒരു സ്ഥിര വരുമാനം ഉണ്ടാകുന്ന ഒരു സംവിധാനമാണ്. അതുപോലെ നമ്മുടെ നാട്ടിൻ പ്രദേശത്തുള്ള ഒരുപാട് ചെറിയ ചെറിയ സംരംഭങ്ങൾക്ക് അവിടെ തുടക്കം കുറിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വലിയ ഇടപെടൽ ടൂറിസം മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ അതിന്റെ തൊട്ടടുത്തോട്ട് തന്നെയാണ് തീരദേശ ഹൈവേ ഉൾപ്പെടെ പോകുന്നത്. അപ്പൊ അതൊക്കെ ആ പ്രദേശത്തിന്റെ ഒരു വികസന സാധ്യതയാണ് കണക്കാക്കുന്നത്. ഇപ്പം എവിടെ നിന്നും ഒരു സൈറ്റില് ടൂറിസം ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം വരുന്നത് ചാൽ ബീച്ച് ആയിരിക്കും. ഇപ്പൊ കേരളത്തിനകത്ത് ഒരു ബീച്ചിന് മാത്രമേ ഈ ബ്ലൂ ഫ്ലാഗ് അനുമതി കിട്ടിയിട്ടുള്ളൂ. അതൊന്ന് കാപ്പാട് ബീച്ചാണ് കോഴിക്കോടില്. വേറെ കോഴിക്കോട് കാപ്പാട് ബീച്ച് ഒഴിച്ച് വേറൊരു ബീച്ചിനും കേരളത്തിനകത്ത് ഇല്ല. ഇന്ത്യയിൽ തന്നെ എണ്ണപ്പെട്ട ബീച്ചുകൾക്കേ ഉള്ളൂ. 10ഓ 13ഓ ബീച്ചുകൾക്ക് മാത്രമേ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ചിട്ടുള്ളൂ. അപ്പൊ അത്തരത്തിലുള്ള ഒരു സർട്ടിഫിക്കറ്റ് ലഭിച്ചതോടുകൂടി ഈ ബീച്ച് ടൂറിസം മേഖലയിൽ വലിയൊരു സാധ്യത നമ്മളെ അഴീക്കോട് പഞ്ചായത്ത് കാണുന്നുണ്ട്. അത് വരുമാനമാക്കി മാറ്റാനുള്ള ഒരു ഇടപെടൽ കൂടി പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാവും. തീർച്ചയായിട്ടും കാർഷിക മേഖലയിലും വിദ്യാഭ്യാസ രംഗത്ത്, ആരോഗ്യ രംഗത്ത്, മാലിന്യ സംസ്കരണ രംഗത്തടക്കം നിരവധി വികസന പ്രവർത്തനങ്ങളാണ് അഴീക്കോട് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. ഒരു കൂട്ടായ പരിശ്രമം തന്നെയാണ് അഴീക്കോട് ഗ്രാമപഞ്ചായത്തിനെ ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള പ്രചോദനമാകുന്നതും. എല്ലാ വികസന പ്രവർത്തനങ്ങളും യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി ശ്രീ അജീഷ്.